ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ നിലപാടുകൾ ഇപ്പം നമ്മൾ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത് ജില്ലാ ലേബർ ഓഫീസറിലാണ്. ഈ BJPയുടെ തെറ്റായിട്ടുള്ള ലേബർ കോഡുകൾ പിൻവാതിലൂടെ കേരളത്തിൽ കടത്തിവിട്ട മന്ത്രിയുടെ പേര് ശ്രീ ശിവൻകുട്ടി എന്നുള്ളതാണ്. ശിവൻകുട്ടി എന്ന വ്യക്തിക്കെതിരെ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ലേബർ കോഡുകൾ, BJPയുടെ ലേബർ കോഡുകൾ BJP സംസ്ഥാനങ്ങൾ പോലും അംഗീകരിക്കാത്തപ്പോൾ അത് കേരളത്തിലേക്ക് കടത്തിവിട്ട മന്ത്രിയുടെ പേര് ശ്രീ വി ശിവൻകുട്ടി എന്നാണ്. എന്നു മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ ആളുകളും രാഷ്ട്രീയ ഭേദമന്യേ ആദരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീമതി സോണിയാഗാന്ധി. അനാവശ്യമായി നിയമസഭയുടെ സഭാതലത്തിനകത്ത് സോണിയാഗാന്ധിയെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് അപമാനിച്ച ശ്രീ വി ശിവൻകുട്ടി എന്ന ഇടതുപക്ഷക്കാരനെ നേമത്തെ ജനങ്ങൾ അത് മറക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. ഈ രാഷ്ട്രീയം ഞാൻ പറയുന്നുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള എല്ലാ സ്നേഹവും അതുപോലെ തന്നെയുണ്ട്. പക്ഷെ സോണിയാഗാന്ധിയെ ഇങ്ങനെ അപവാദിച്ച ഒരാൾ, അതോടൊപ്പം BJP സംസ്ഥാനങ്ങൾ പോലും നടപ്പിലാക്കാത്ത ലേബർ കോഡുകൾ പിൻവാതിലൂടെ ആരും അറിയാതെ കേരളത്തിൽ ഈ ഓഫീസിലൂടെ കടത്തിവിടാൻ നോക്കിയ അദ്ദേഹത്തെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള മതനിരപേക്ഷ സമൂഹം അംഗീകരിക്കത്തില്ല എന്ന് മാത്രം ഞാൻ പറയുന്നു. അല്ലാതെ എൻ്റെ ഒരു സ്റ്റൈൽ അതാണ്. ഞാൻ പറഞ്ഞില്ലേ, അത് ഏത് സ്ഥാനാർത്ഥി ഇപ്പൊ ഇവിടെ നോമിനേഷൻ കൊടുക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവട്ടെ, അല്ലെങ്കിൽ പരിണിതപ്രജ്ഞനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടിയാകട്ടെ, ജനാധിപത്യത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഒരേ തുക കെട്ടിവെച്ചുകൊണ്ട് ഒരേ ഭരണാധികാരിക്ക് മുമ്പ് നമ്മൾ പേപ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, അദ്ദേഹം MLA അല്ല, ഞാനും അദ്ദേഹം ഒക്കെ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ അദ്ദേഹം എത്രത്തോളം എന്നെക്കുറിച്ച് മോശം പറഞ്ഞാണ് കേട്ടത്. സോണിയാഗാന്ധിയെ മോശമായി സംസാരിച്ച VS ശിവൻകുട്ടിക്കൊക്കെ നേമത്തെ ജനങ്ങൾ മറുപടി പറയുമെന്നാണ്. അതാണോ ആളുകളുടെ പ്രശ്നം? മണ്ഡലത്തിലെ പ്രശ്നങ്ങളാണോ ജനങ്ങൾ കണക്കിലെടുക്കുക എന്നൊക്കെ നമുക്ക് കണ്ടറിയാം.